ഓഫ് ട്രൂത്ത് ആണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഫ്രാൻസിസ് ബേക്കൻ്റെ 2 എസ്സേസ് ആണ് നമുക്ക് ഈ ഓഡിയോയ്ക്കകത്ത് നമ്മൾ നോക്കുന്നത്, ഓഫ് ട്രൂത്തും ഓഫ് മാരേജ് ആൻഡ് സിംഗിൾ ലൈഫും. അപ്പോൾ ഫ്രാൻസിസ് ബേക്കൻ്റെ എസ്സേസ് എന്ന് പറയുന്നത് റിനസൻസ് പ്രോസിൻ്റെ കോർണർ സ്റ്റോൺ ആണ്. ഫിലോസഫി, വിസ്ഡം, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള റൈറ്റിംഗ് ആണ് ഇദ്ദേഹത്തിൻ്റേത്. ഇദ്ദേഹം ഒരു ഇംഗ്ലീഷ് ഫിലോസഫറാണ്, എസ്സേയിസ്റ്റ് ആണ്, സ്റ്റേറ്റ്സ്മാൻ ആണ്, സയൻറ്റിസ്റ്റ് ആണ്. ഫാദർ ഓഫ് എംപെരിസിസം എന്നാണ് ഇദ്ദേഹത്തിനെ അറിയപ്പെടുന്നത്. കാരണം ഇദ്ദേഹം ഒബ്സർവേഷനിലും എക്സ്പീരിയൻസിലുമാണ് ഇദ്ദേഹം നോളജ് അക്വിസിഷൻ നടത്തിയിരിക്കുന്നത്. അഡ്വാൻസ്മെന്റ് ഓഫ് ലേണിംഗ്, നോവ മോർഗാനം, ദ ന്യൂ അറ്റ്ലാന്റിസ്, ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ മേജർ വർക്ക്സ്. അദ്ദേഹം ലോർഡ് ചാൻസലറിന് ആസ് എ സ്റ്റേറ്റ്സ്മാൻ ഇദ്ദേഹം ലോർഡ് ചാൻസലറായിട്ട് മാറിയിട്ടുണ്ട്. ആൻഡ് പിന്നെ പക്ഷേ ലേറ്റർ പൊളിറ്റിക്കൽ പവറിൽ നിന്ന് ഇദ്ദേഹം ഫോൾ ഡൗൺ ചെയ്യുവാണ് ബിക്കോസ് ഓഫ് ചാർജസ് ഓഫ് കറപ്ഷൻ. പിന്നെ അദ്ദേഹത്തിന്റെ എസ്സേസ് എന്ന് പറയുന്നത് 1597 പിന്നീട് 1612 1625 ഇദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ബ്രിവിറ്റി, എഫോറിസ്റ്റിക് സ്റ്റൈൽ ആൻഡ് വേൾഡ്ലി വിസ്ഡം, ഇതാണ് ഇദ്ദേഹത്തിൻ്റെ എസ്സേയുടെ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓഫ് ട്രൂത്തിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കെപ്റ്റിക്കൽ ക്വസ്റ്റനോടുകൂടിയാണ് തുടങ്ങുന്നത് അദ്ദേഹം. വാട്ട് ഇസ് ട്രൂത്ത് ആൻഡ് നോട്ട്സ് ദാറ്റ്, എന്താണ് അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുവാണ് ഹ്യൂമൻ ടെൻഡൻസി ടു അവോയ്ഡ് ട്രൂത്തിനെ. നമ്മൾ ഹ്യൂമൻ ബീങ്സ് ട്രൂത്തിനെ അവോയ്ഡ് ചെയ്യാനാണ് മിക്കപ്പോഴും ഉള്ള സിറ്റുവേഷൻസിൽ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ലൈസ് ആണ് ഇഷ്ടം, നമുക്ക് കൺവീനിയൻസിന് നമ്മുടെ പ്ലഷറിന് വേണ്ടി നമ്മൾ കള്ളങ്ങളെയാണ് പ്രിഫർ ചെയ്യുന്നത് കൂടുതലും. അപ്പോൾ ബേക്കൺ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിഫിക്കൽട്ടി ഓഫ് ഡിഫൈനിങ് ട്രൂത്തിനെയും ഹ്യൂമൻ വീക്ക്നെസ് ഇൻ ഫേസിങ് ദ ട്രൂത്ത്, അതിനെയാണ് പറയുന്നത്. പാരഗ്രാഫ് 2 അദ്ദേഹം പറയുന്നത് സം പീപ്പിൾ ലവ് ലൈസ്, അതായത് കള്ളങ്ങളെയാണ് ചിലർക്ക് ഇഷ്ടം, ഫോർ ദ സേക്ക് ഓഫ് ഇമാജിനേഷന് വേണ്ടി. ഫോർ എക്സാമ്പിൾ പോയറ്റ്സ് അല്ലെങ്കിൽ റൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഫിക്ഷൻ എഴുതാൻ വേണ്ടിയും കവിതകൾ എഴുതാൻ വേണ്ടിയും അവർ കള്ളങ്ങളെയാണ് കൂട്ടുപിടിക്കുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ലൈസ് അട്രാക്റ്റീവ് ആണ്, കാരണം എന്താ, ബിക്കോസ് ദേ ക്യാൻ ബി ബ്യൂട്ടിഫുൾ. ട്രൂത്ത് എന്ന് പറയുന്നത് വളരെ പ്ലെയിൻ ആണ്. അപ്പോൾ ഇവിടെ ഡിസ്റ്റിങ്ക്വിഷൻ ബിറ്റ്വീൻ ആർട്ടിസ്റ്റിക് ഫിക്ഷനും ഡെലിബറേറ്റ് ഫാൾസ്ഹുഡും തമ്മിലുള്ള ഡിസ്റ്റിങ്ക്വിഷ്മെൻ്റ് ആണ് നടത്തുന്നത് അദ്ദേഹം. ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ ഹാംലെസ് ആണ്, പക്ഷേ നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് ഫാൾസ്ഹുഡ് നടത്തുന്നത് ഡേഞ്ചറസ് ആണെന്നാണ് പറയുന്നത്. കഥയിലും കവിതയിലും കള്ളങ്ങൾ നമുക്ക് നമുക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നമുക്ക് പ്ലീസിങ് ആയിട്ട് തോന്നുമെങ്കിലും ലൈഫിൽ അത് വരുമ്പോൾ ഡേഞ്ചറസ് ആയിട്ടാണ് വരുന്നത്, ഏത് കള്ളങ്ങൾ പറയുന്നത്. പാരഗ്രാഫ് 3 ട്രൂത്തിനെ ഡേ ലൈറ്റ് ആയിട്ട് കമ്പയർ ചെയ്യുന്നു. അതായത് ഇറ്റ് ഷോസ് തിങ്സ് ആസ് ദേ ആർ. ലൈസ് എന്ന് പറഞ്ഞാൽ ക്യാൻഡിൽ ലൈറ്റ് പോലെയാണ്, യൂസ്ഫുൾ ആണ് പക്ഷേ ഡിസെപ്റ്റീവ് ആണ്. കാരണം എന്താ, ഷാഡോസ് ഉണ്ട് ക്യാൻഡിൽ ലൈറ്റിൽ. മെൻ ഓഫൺ പ്രിഫർ ഇല്യൂഷൻസ് എന്നാണ്, ബിക്കോസ് അവർക്ക് ഫ്ലാറ്ററിയാണ് കൂടുതൽ ഇഷ്ടം, അല്ലാതെ റിയാലിറ്റി കൺഫ്രണ്ട് ചെയ്യാൻ ഇവർക്ക് ഇഷ്ടമല്ല. അപ്പം മെറ്റഫർ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ട്രൂത്തിൻ്റെ ക്ലാരിറ്റിയാണ്. പാരഗ്രാഫ് 4 പറയുന്നതെന്ന് വെച്ചാൽ ട്രൂത്ത് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ഗുഡ് ഫോർ ഹ്യൂമൻ ലൈഫ് എന്നാണ് പറയുന്നത്. മൈൻഡിന് ഡിഗ്നിറ്റി കൊണ്ടുവരുന്നു, ട്രൂത്ത് ഡിവൈൻ ആണ്, ഗോഡിൻ്റെ നേച്ചറിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ട്രൂത്തിനെ കുറച്ചും കൂടി സ്പിരിച്വൽ ആൻഡ് മൊറാലിറ്റി അല്ലെങ്കിൽ മോറൽ പ്രിൻസിപ്പിളായിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. പാരഗ്രാഫ് 5 പറയുന്നത് ട്രൂത്ത് എപ്പോഴും പ്ലീസിങ് ആവണം എന്നില്ല, പക്ഷേ അത് സ്റ്റെബിലിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ലൈസ് നമുക്കൊരു ഇമ്മീഡിയറ്റ് പ്ലഷറേ തരത്തുള്ളൂ, കുറച്ച് കഴിയുമ്പോൾ അത് ഷെയിമും ഡിസോർഡറും നമുക്ക് കൊണ്ടുവരും. അപ്പോൾ ഒരു മോറൽ അഡ്വൈസോട് കൂടിയാണ് ഈ ഓഫ് ട്രൂത്ത് എന്നുള്ള എസ്സേ തീരുന്നത്. ട്രൂത്ത് ഈസ് വാല്യുബിൾ ബോത്ത് പ്രാക്ടിക്കലി ആൻഡ് സ്പിരിച്വലി എന്നുള്ള ഒരു അഡ്വൈസ്. ഇനി ഓഫ് മാരേജ് ആൻഡ് സിംഗിൾ ലൈഫാണ്. പാരഗ്രാഫ് 1 പറയുന്നത് മാരേജ് എന്ന് പറയുന്നത് ആണുങ്ങളെ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആക്കി മാറ്റുന്നു, പക്ഷേ ലെസ് ഫ്രീഡമാണ് അവർക്ക് മാരേജിലൂടെ കിട്ടുന്നതെന്ന്. കാരണം വൈഫ്സ് ആൻഡ് ചിൽഡ്രൻ ഇവരെ അതായത് ഹോസ്റ്റേജസ് ആക്കി മാറ്റുവാണ്, ഇവരെ അംബീഷൻസ് ഒന്നും നടത്താൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ബേക്കൺ ഇവിടെ കുറച്ച് സിനിക്കലായിട്ടാണ് മാരേജിനെ കാണുന്നത്, ബിക്കോസ് മാരേജ് ലിബർട്ടിയെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു, ഫ്രീഡത്തിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സിംഗിൾ മെൻ എന്ന് പറയുന്ന കൂടുതൽ ഫ്രീഡമാണുള്ളത്, ബിക്കോസ് അവർക്ക് പബ്ലിക് ഡ്യൂട്ടീസിൽ പോവാം. മാരീഡ് മെൻ എന്ന് വെച്ചാൽ കുറച്ചും കൂടി പ്രൈവറ്റ് ആയിട്ടുള്ള കൺസേൺസിൽ അവർ കുറച്ച് കണക്റ്റഡ് ആയിട്ട് മാറിക്കിടക്കുവാണ്. സെലിബ്രേറ്റ്സ് ആയിട്ടുള്ള ആളുകൾ പൊളിറ്റിക്സിൽ നല്ല ഹൈ ആയിട്ട് അവർക്ക് റൈസ് ചെയ്യാൻ പറ്റും, ബിക്കോസ് അവർ അൺബേർഡൻഡ് ആണ്, കല്യാണം കഴിക്കാത്തവർ. അപ്പോൾ പറയുന്നത് ബാച്ചിലർഹുഡിൻ്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് കരിയറിൽ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ബാച്ചിലറായേ പറ്റൂന്ന്. പാരഗ്രാഫ് 3 പറയുന്നതെന്ന് വെച്ചാൽ മാരീഡ് മെൻ ഓഫൺ ബെറ്റർ സിറ്റിസൺസ് ആണ്, കാരണം ഫാമിലി റെസ്പോൺസിബിലിറ്റി അവർക്ക് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ മൊറാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അപ്പോൾ ബേക്കൺ ബാലൻസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരേജ് എന്ന് പറയുന്ന സോഷ്യൽ ഓർഡറിനെ പ്രൊമോട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. സിംഗിൾ മെൻ എന്ന് വെച്ചാൽ ഓഫൺ ക്രൂവൽ അല്ലെങ്കിൽ സെൽഫ് സെൻറ്റേർഡ് ആണ്, അവർക്ക് ആരുമായിട്ട് ഒരു കെയറും കാണത്തില്ല, അവർ സെൽഫിഷ് മൈൻഡഡ് ആണ്. മാരീഡ് മെൻ അങ്ങനെയല്ല, കുറച്ചുകൂടി കമ്പാഷനേറ്റ് ആണ് ബിക്കോസ് ഓഫ് ദിയർ ഫാമിലി കണക്ഷൻസ്. അപ്പോൾ ഇവിടെ സെൽഫിഷ്നെസ് ഓഫ് ബാച്ചിലേഴ്സിനെയും മാരീഡ് മെന്നിൻ്റെ സോഷ്യൽ യൂസ്ഫുൾനെസ്സിനെയും പറയുന്നു. പാരഗ്രാഫ് 5 വെച്ചാൽ മാരേജും ബാച്ചിലർഹുഡും നമ്മുടെ ചോയ്സിനെ കുറിച്ച്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ പേഴ്സണാലിറ്റി ആൻഡ് വൊക്കേഷൻ എന്നാണ് പറയുന്നത്. ചിലർക്ക് ഫ്രീഡം ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് റെസ്പോൺസിബിലിറ്റി ആയിരിക്കും ഇഷ്ടം. ഓക്കെ,
അപ്പോൾ ഇതിനകത്ത് 2 എസ്സേക്കകത്ത് വരുന്ന തീം എന്ന് പറയുന്നത് ഓഫ് ട്രൂത്തിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ മോറൽ, ഫിലോസഫിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ഡയമെൻഷൻസ് ഓഫ് ട്രൂത്ത് വെഡ്സ് ഫോൾസ്ഹുഡ് ആണ് പറയുന്നത്. ഹ്യൂമൻ ബീയിങ്സിൻ്റെ വീക്ക്നെസ് എന്ന് വെച്ചാൽ ലൈസിനോടാണ് നമുക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. ട്രൂത്തിനെ ഡേ ലൈറ്റായിട്ടും കള്ളങ്ങളെ ക്യാൻഡിൽ ലൈറ്റായിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത്. ഓഫ് മാരേജ് ആൻഡ് സിംഗിൾ ലൈഫിനകത്ത് മാരേജും ഫ്രീഡവും തമ്മിലുള്ള ഒരു കാര്യമാണ്, അതായത് റെസ്പോൺസിബിലിറ്റി ലിബർട്ടിയും തമ്മിലൊരു കോൺട്രാസ്റ്റ് ആണ് നടത്തുന്നത്. പിന്നെ ബാച്ചിലേഴ്സ് സ്റ്റേറ്റിനെ സെർവ് ചെയ്യുമ്പോൾ മാരീഡ് മെൻ ഫാമിലിയെ സെർവ് ചെയ്യുന്നു. പിന്നെ ബാച്ചിലേഴ്സ് സെൽഫിഷാണ്. മാരേജ് മെൻ എന്ന് പറയുന്നത് എന്താണ്, അവർ കുറച്ചും കൂടി കെയറിങ് ആണ്. ഓക്കെ, അപ്പം 2 എസ്സേയും നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുമ്പോൾ ഓഫ് ട്രൂത്ത് കുറച്ചും കൂടി ഫിലോസഫി ആൻഡ് മൊറാലിറ്റി ആണ് പറയുന്നതെങ്കിൽ ഓഫ് മാരേജ് ആൻഡ് സിംഗിൾ ലൈഫ് കുറച്ചും കൂടി സോഷ്യൽ ആൻഡ് പേഴ്സണൽ കോണ്ടാക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഓഫ് ട്രൂത്ത് കുറച്ചും കൂടി സ്പിരിച്വൽ ആൻഡ് റിഫ്ലക്റ്റീവ് ആണ്, എലവേറ്റഡ് ആണെങ്കിൽ ഓഫ് മാരേജ് എന്ന് പറയുന്നത് സറ്റേറിക്കൽ ആണ്, വേർഡ്ലി ആണ്, പ്രാഗ്മാറ്റിക് ആണ്. സ്റ്റൈല് 2 എസ്സേക്കകത്തും അഫോറിസ്റ്റിക് ആണ്. പിന്നെ പക്ഷേ ഇച്ചിരൂടെ ഗ്രാൻഡ് മെറ്റഫേഴ്സ് യൂസ് ചെയ്യുന്ന ഓഫ് ട്രൂത്തിനാണ്. ഓക്കെ, ഓഫ് മാരേജ് കുറച്ചും കൂടി വിറ്റി ആയിട്ടുള്ള ഒബ്സർവേഷൻസ് ആണ് ഇദ്ദേഹം നടത്തുന്നത്. ഓഫ് ട്രൂത്തിനകത്ത് ഹ്യൂമൻ റിലേഷൻ വിത്ത് ഗോഡ് ആൻഡ് അൾട്ടിമേറ്റ് റിയാലിറ്റി ആണെങ്കിൽ മാരേജിനകത്ത് ഹ്യൂമൻ റിലേഷൻ വിത്ത് സൊസൈറ്റി ആൻഡ് വേൾഡ്ലി ഡ്യൂട്ടീസ് ആണ് വരുന്നത്. അപ്പോൾ ബേക്കൺ ആസ് ആൻ എസ്സേയിസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പയനിയർ ഓഫ് ദി ഇംഗ്ലീഷ് എസ്സേ എന്നാണ് പറയുന്നത്. പിന്നെന്താണ്, കുറച്ചും കൂടി കൺസൈസ് ആൻഡ് ഡൈഡാക്റ്റിക് ആണ് ഇദ്ദേഹത്തിൻ്റെ എസ്സേസ്. അഫോറിസ്റ്റിക് സ്റ്റൈലാണ് എഴുതുന്നത്, അതായത് സെൻറ്റൻസസ് വളരെ കോമ്പാക്റ്റ് ആയിരിക്കും, പക്ഷേ മെമ്മറബിൾ ആൻഡ് കോട്ടബിൾ ആയിരിക്കും. പിന്നെ വേർഡ്ലി വിസ്റ്റമാണ് ഇദ്ദേഹത്തിൻ്റെ എസ്സേസ് എന്ന് പറയുന്നത്. ബാലൻസ്ഡ് ആണ് അദ്ദേഹത്തിൻ്റെ എസ്സേസ്, പ്രോസും കോൺസും ഒരുപോലെ പറയും. പിന്നെ ഒരുപാട് ഇമേജറിയും മെറ്റഫേഴ്സും യൂസ് ചെയ്യാറുണ്ട് ഇദ്ദേഹം. ഫിലോസഫിയും പൊളിറ്റിക്സും കൂടെ ബ്ലെൻഡ് ചെയ്ത് എഴുതാറുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യുലർ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ് ഇദ്ദേഹത്തിനുള്ളത്. ഫാദർ ഓഫ് ഇംഗ്ലീഷ് എസ്സേയിസ്റ്റ് എന്നാണ് ഇദ്ദേഹത്തിനെ അറിയപ്പെടുന്നത് കേട്ടോ. ബ്രിവിറ്റി, ക്ലാരിറ്റി, വിറ്റ്, മെറ്റഫോറിക്കൽ റിച്ച്നെസ് ഒക്കെ ഉണ്ട്. ഇദ്ദേഹം എസ്സേയിസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കൗൺസൽസ്, സിവിൽ ആൻഡ് മോറൽ എന്നാണ്. അതായത് ഇദ്ദേഹത്തിൻ്റെ എസ്സേകളെന്ന് പറയുന്നത് പേഴ്സണൽ, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫിൽ കൗൺസിൽ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഗൈഡ് ചെയ്യുന്നതാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ 2 എസ്സേയിലും പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു എസ്സേ ചോദിച്ചാൽ തന്നെ മറ്റേ എസ്സേയും കൂടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എഴുതി കമ്പയറിങ് കൂടെ ചെയ്ത് അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈലും കൂടെ എഴുതി തീംസും കൂടെ മെൻഷൻ ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റ് ആവും.